മുഹമ്മദ് ഷാമിൽ എന്ന 13-കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതിനായി ചികിത്സയ്ക്കുള്ള 3 കോടി രൂപ കണ്ടെത്താൻ ഓടി നടക്കുകയാണ് ഒരു നാട്. സുമനസുകൾ ആ കുടുംബത്തെയും നാടിനെയും കൈവിടില്ലെന്ന ഉറച്ച പ്രതീക്ഷയാണ് അവരുടെ ആത്മവിശ്വാസം. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചെറുതായിട്ട് വീഴുമ്പോഴത്തേക്കും തന്നെ അവൻ്റെ ഓരോ ഭാഗവും പൊട്ടി കഴിഞ്ഞാണ്. ഇപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓരോ ഭാഗം പൊട്ടി പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ പണി എപ്പോഴും 2 മാസം കൂടുമ്പോൾ വീഴും, പിന്നെയും പൊട്ടും, അല്ലെങ്കിൽ ബാൻഡേജ് ഇടുക. അപ്പോൾ അവസാനം ഡോക്ടർമാർ തന്നെ പറഞ്ഞു, നിങ്ങൾ ഓയിൽമെൻറ്റ് പിന്നെ വാങ്ങി വെച്ചോളി വീട്ടിൽ. കാരണം ചെറിയ കേസിന് ഓനും കൊണ്ട് വരുന്ന അവന് പ്ലാസ്റ്റർ ഇടാനും പറ്റില്ല. ഏറിപ്പോൾ ഒരാഴ്ച മാത്രം അവൻ്റെ ശരീരത്തിൽ പ്ലാസ്റ്റർ ഇടാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഓനെ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ തെറാപ്പി ചെയ്യുന്നത് കുറയുന്നതനുസരിച്ച് അവന് നടത്തം പിന്നെയും കുറഞ്ഞു കൊടുക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ അവനെ നോക്കണം. ഇപ്പോൾ ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ വേണം. അവന് ടോയ്ലറ്റ് പോകണമെങ്കിലും ഒരു കസാരയിൽ ഇരിക്കണമെങ്കിൽ എവിടെ ഇരിക്കണമെങ്കിലും എണീക്കണമെങ്കിലൊക്കെ എൻ്റെ സഹായമാണ്. ഞാനൊന്ന് പുറത്ത് പോയി ഞങ്ങൾ മുറ്റത്താണെങ്കിൽ വീണിട്ടുണ്ടെങ്കിൽ പോലും അവന് എണീക്കാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയി സോഫയിൽ നിന്ന് താഴത്ത് വീണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ഓൻ്റെ പിന്നെ ചികിത്സൻ്റെ കാര്യത്തിന് വേണ്ടി പോയതേന്. അപ്പോൾ ഞാൻ സോഫയിൽ നിന്ന് വീണ് മെസ്സിയെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഓൻ്റെ ഏട്ടൻ പള്ളിയിൽ പോയ സമയമാണ്. നിസ്സഹായത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കുടുംബം ക്യാമറയ്ക്ക് മുന്നിൽ വിഷമം പങ്കുവെക്കുന്നത്. സുമനസുകളുടെ സഹായകരങ്ങൾ ഒന്നിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയോടെയാണ് നാടൊന്നിച്ച് ഈ കുടുംബത്തിനൊപ്പം ചേർന്നു നിൽക്കുന്നത്. അവരുടെയെല്ലാം പ്രിയപ്പെട്ട പൊന്നുമോൻ മുഹമ്മദ് ഷാമിലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനായി 3 കോടി രൂപ അവർക്ക് കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന, ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ഓരോ ആളുകളും നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ ഇതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട്, അതുപോലെ പിന്നെ പരസ്യത്തിലൊക്കെ അവരുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ട്, അതിലേക്ക് നിങ്ങൾ അയച്ചു തന്നുകൊണ്ട് ഈ കുട്ടിയെ, ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പങ്കാളികളാൻ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവണം, നിങ്ങളുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ. SMA ബാധിച്ച 13 വയസ്സുകാരൻ മലപ്പുറം മുതുവല്ലൂർ മുതുപറമ്പിൽ മുഹമ്മദ് ഷാമിലിന്റെ ചികിത്സയ്ക്കായി 3 കോടി രൂപയാണ് വേണ്ടത്. ശരിക്കും നടക്കണം. പണ്ടൊക്കെ ഞാൻ സ്കൂളിലേക്കൊക്കെ ഒറ്റക്കാണ്, ബസ്സിൽ കയറും, ഇറങ്ങും, ഒറ്റക്ക് നടന്നൊക്കെ പോകാൻ, കളിക്കാനൊക്കെ ഒറ്റക്ക് പോകും. ഇപ്പോൾ നടക്കാൻ പ്രയാസമാണ്. വീൽ ചെയർമേലാണ് കളിക്കാൻ പോലെ. സ്കൂൾക്കൊക്കെ അമ്മച്ച് വണ്ടിമേൽ കയറ്റി തരലാണ്. അവിടെ എത്തിയിട്ട് ഇറക്കി എനിക്കായിട്ട് ക്ലാസ്സിൽ കസാലൊക്കെ ഉണ്ടാക്കി തന്നെ എണീക്കാൻ ബുദ്ധിമുട്ടാണ്. ഉയരമുള്ള കസാലൊക്കെ ഉണ്ടാക്കിയാണ് വീട്ടിലും ക്ലാസ്സിലൊക്കെ. അങ്ങനെ ഇപ്പം എണീക്കാനൊക്കെ പ്രയാസമാണ്. അതിന് വേണ്ടിയൊക്കെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഫേസിൻ്റെ ഫണ്ട് റെഡിയാക്കാൻ ശ്രമിക്കണം. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച ഷാമിൽ മോന്റെ അരയ്ക്ക് താഴെ തളർന്നു കഴിഞ്ഞു. സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല. തിരുവനന്തപുരം SAT ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. അടിയന്തരമായി ചികിത്സയ്ക്കായി 3 കോടി രൂപ ഉടൻ കണ്ടെത്തിയേ തീരൂ. പഠിക്കാനൊക്കെ നല്ല ഉഷാറുള്ള കുട്ടിയാണ്, കാണാൻ നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്. ഇപ്പം അവൻ്റെ ഏറ്റവും വലിയ പ്രയാസം അവൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ കളിക്കുന്നതും ഓടുന്നതും ചാടുന്നതും മറ്റ് സ്പോർട്സൊക്കെ കാണുമ്പം അവരുടെ കൂടെ കളിക്കാൻ വലിയ മോഹത്തിലാണ് ഉള്ളത്. ഇപ്പം അവൻ്റെ ആ മോഹം സാധിക്കാത്തതിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത് വല്ലാത്ത വിഷമമുണ്ട്. ഈ കാര്യത്തിൽ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ വേണ്ടതുപോലെ അവനെ ചികിത്സിക്കണമെങ്കിൽ വലിയ തുക വേണമെന്നുള്ളത് ഇവരൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത്രയും വലിയ തുക സ്വരൂപിക്കാൻ ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. അതിന് ഉദാരമതികളുടെ അകമഴിഞ്ഞ സഹായമുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയെ അവൻ ഉദ്ദേശിക്കുന്ന ജീവിതത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ നിർദ്ദേശം. നാട്ടുകാർ കൈകോർത്ത് മുഹമ്മദ് ഷാമിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. TV ഇബ്രാഹിം MLA ആണ് ചെയർമാൻ. കമ്മിറ്റി സജീവമായി രംഗത്തുണ്ട്. എന്നാൽ മുഹമ്മദ് ഷാമിലിന്റെ കുടുംബത്തിനോ ഈ ചെറിയ ഗ്രാമത്തിനോ ഇത്രയും വലിയ തുക താങ്ങാൻ കഴിയാത്തതാണ്. എല്ലാ ആളുകളും, ഈ കാണുന്ന പ്രേക്ഷകരെല്ലാവരും സഹായിക്കണമെന്നാണ് പറയാനുള്ളത്. വലിയൊരു ഭീമമായ സംഖ്യയാണ് ഇതിന് ചെലവ് വരുന്നത്. ഒരു വർഷം 72 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ ചികിത്സാ ചെലവ് തുടർച്ചയായിട്ട് ഒരു 4 വർഷമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലേ കുട്ടി രക്ഷപ്പെടുകയുള്ളൂ. ഒരു വർഷം കൊടുത്തുകൊണ്ട് നിർത്തി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് കുട്ടിക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, ഈ കുട്ടി സാധാരണ കുട്ടികളെ പോലെ കളിച്ചും ചിരിച്ചുമൊക്കെ നടക്കേണ്ട കുട്ടിയായിരുന്നു. ഇവനിപ്പോൾ വീൽ ചെയറിലാണ് എല്ലാ കാര്യങ്ങളും, മറ്റുള്ളവരുടെ പരസഹായത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. പഠിക്കാൻ നല്ല മിടുക്കനാണ്, എല്ലാത്തിനും നല്ല മിടുക്കനാണ്. പക്ഷേ അവന് സ്വന്തമായി നടക്കാനോ പരസ്പര സഹായമില്ലാതെ നടക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ എല്ലാവരും അകവഴിഞ്ഞ് ഈ കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയുള്ള സഹകരണം നിങ്ങളിൽ ഉണ്ടാവണമെന്നാണ് അപേക്ഷയുള്ളത്.
പല ചികിത്സകൾക്കും മണിക്കൂറുകൾ കൊണ്ട് വൻതുക സമാഹരിച്ചു നൽകി മാതൃകയായ നാട്ടിലും മറുനാട്ടിലുമുള്ള സുമനസ്സുകളിലാണ് ഇവരുടെ പ്രതീക്ഷ. ഷാമിൽ മോന്റെ പഴയ കളിയും ചിരിയുമെല്ലാം വീണ്ടെടുക്കാനുള്ള ശ്രമം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എയർ1 ന്യൂസ്, മുതുവല്ലൂർ. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.